വിലപിടിക്കാത്ത ഔഷധ സസ്യങ്ങളുടെ ശേഖരമാണ് പുല്ലിപ്പറമ്പ് സ്വദേശി ഗുരുക്കൾ വിജിത്ത് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മുത്തിൽ, നാലിലൈ നാഗം, കിരിയാത്ത്, കമണ്ടലു, നാഗവള്ളി എന്നിവയെല്ലാം ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പതിനെട്ട് തരം തുളസികളും ശേഖരത്തിലെ മറ്റൊരു ആകർഷണമാണ്. കളരിയിലൂടെയാണ് ഗുരുക്കൾ വിജിത്ത് ഔഷധ ചെടികളെക്കുറിച്ച് അടുത്തറിയുന്നതും അവ ശേഖരിക്കാൻ തുടങ്ങുന്നതും. കളരിയിലെ ഗുരുക്കള് അദ്ദേഹം മരണപ്പെട്ടുപോയി. അപ്പോൾ ബാലകൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു തൈലം നിർമ്മിക്കാനുള്ള ഒരു ഔഷധ കൂട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിലുള്ള ഔഷധസസ്യങ്ങൾ കുറച്ച് ഔഷധസസ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് സംഘടിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഇതിനോടുള്ളൊരു താല്പര്യം വന്നത്. ഗുരുക്കൾ വിജിത്തിന്റെ വീരഭദ്ര കളരി പരിശീലന കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് ചെറിയ പരിക്ക് പറ്റിയാൽ പെട്ടെന്ന് ചികിത്സ നൽകാനുള്ള ഔഷധങ്ങളും ഇവിടെയുണ്ട്. കളരിയിൽ നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് അപകടങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ബോധം പോവാം, അല്ലെങ്കിൽ മുറിവുകൾ പറ്റാം, അല്ലെങ്കിൽ അസ്ഥികൾക്ക് ഭംഗം വരാം. അപ്പോൾ അതിനെല്ലാം മരുന്നുകൾ അറിഞ്ഞിരിക്കണം. ബോധം പോയാൽ എന്ത് മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുക, അതിനെല്ലാം മരുന്നുകളുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് മൂക്കിലിറ്റിച്ച് കഴിഞ്ഞാൽ ബോധം വരും. അപ്പോൾ അതിനുള്ള എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സസ്യങ്ങളുണ്ട് അതിനുള്ള. പാണ്ഡവത്തിരിയും അഗ്നിയിലയും ഉണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കാനും എളുപ്പമാണ്. ഇങ്ങനെ കൗതുകം പകരുന്ന ഔഷധ സസ്യങ്ങളുമുണ്ട്. വിജിത്തിന്റെ അപൂർവ ശേഖരം വരും തലമുറയ്ക്കും പ്രചോദനമാണ്. ക്യാമറാമാൻ എ അനുരാഗിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.